സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ പല വാർത്തകളും പോസ്റ്റ് കാർഡുകളും ഉൾപ്പെടെ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ചിലർ പറയുകയാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാധ്യമ അടിയന്തരാവസ്ഥയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ മെറ്റ ന്യൂസുകൾ അല്ലെങ്കിൽ സർക്കാരിനെതിരായ വാർത്തകൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകൾ റിമൂവ് ചെയ്യുന്നത് ഇന്ത്യയുടെ അറിവോടുകൂടി തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് പരാതി പോയതിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിൽ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നത്. മാധ്യമ അടിയന്തരാവസ്ഥ എന്നൊരു വാക്ക് ഇവിടെ എത്രത്തോളം സ്യൂട്ടബിൾ ആണ്? ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിലൊരു അടിയന്തരാവസ്ഥയുണ്ടോ? മാധ്യമ അടിയന്തരാവസ്ഥ എന്നുള്ളതിനേക്കാൾ ഉപരി മാധ്യമ അടിമത്വം എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു വീഡിയോ, ആ വീഡിയോ പ്രക്ഷേപണം പോലും മെറ്റ തടയുകയുണ്ടായി, നിരോധിക്കുകയുണ്ടായി, നീക്കം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ മാധ്യമ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദിയുടെ വീഡിയോ പോലും നീക്കം ചെയ്യണമെങ്കിൽ ഈ മാധ്യമ അടിയന്തരാവസ്ഥയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള അമേരിക്കൻ ശക്തികൾ തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ അമേരിക്കൻ ഉടമസ്ഥതയിലാണ് ഉള്ളത്. മഹാഭൂരിപക്ഷം സോഷ്യൽ മീഡിയയും ആ പ്ലാറ്റ്ഫോമുകളും അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് രാജ്യത്തും ഏത് തരത്തിലുള്ള ആശയപ്രചരണവും നടത്തിക്കൊണ്ട് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അൽഗോരിതം പ്രോട്ടോകോൾ അവർ തന്നെ നിശ്ചയിച്ച് നടപ്പാക്കുന്ന പദ്ധതിയായി മാറുകയാണ്. അങ്ങനെ 16 രാജ്യങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ട കഥ നമ്മൾ കണ്ടു. ഇന്ത്യയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ രംഗത്ത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ വളരെ വ്യക്തമായി ഇടപെടുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീഡിയോ വരെ നീക്കം ചെയ്യുകയും അതിനുശേഷം ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ കർശനമായ നിലപാട് സ്വീകരിച്ച സമയത്ത് മെറ്റ അതിന്റെ ആൾക്കാര് വന്ന് മാപ്പ് പറയുകയൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചൈന പോലെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടിലൂടെ അന്താരാഷ്ട്ര ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിലയ്ക്കു നിർത്തേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. അതായത് മെറ്റയും അതിന്റെ കീഴിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഏതൊരു രാജ്യത്തിന്റെയും അധികാരത്തെ അമ്മാനമാടുന്ന തരത്തിലേക്ക് വളരുകയാണ് എങ്കിൽ, ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമ അടിമത്വം, അടിയന്തരാവസ്ഥ എന്നതിലുപരി മാധ്യമ അടിമത്വം അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഫേസ്ബുക്കിന് പകരം ഇന്ത്യയുടേതായ ഒരു ഫേസ്ബുക്ക്, വാട്സാപ്പിന് പകരം ഭാരതത്തിൻ്റെതായിട്ടുള്ള വാട്സാപ്പ്, എക്സിന് പകരം ഭാരതത്തിൻ്റെതായിട്ടുള്ള എക്സ്, അതിന്റെ പേര് വേറെ മാറ്റിക്കൊടുക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അമേരിക്കയെ ആശ്രയിക്കാതെ തനതായ ഭാരതീയമായ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് മാത്രമേ ഇത്തരം ഭീഷണികളും ഇത്തരം ആക്രമണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ചൈന ഇത് നേരത്തെ മനസ്സിലാക്കുകയും ചൈനയിൽ അമേരിക്കൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രവർത്തന അനുമതി നിഷേധിക്കുകയും ചെയ്ത കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഭാരതത്തെ സംബന്ധിച്ച് നോക്കൂ, ഭാരതത്തിന്റെ ഓരോ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ വഴി വലിയ പ്രക്ഷോഭങ്ങളാക്കി മാറ്റുകയാണ്, സമരങ്ങളായി തീരുകയാണ്, സർക്കാരിന് മുട്ടുകുത്തേണ്ടി വരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ജയിക്കുന്നത് കോക്രോച്ചിന്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ കർഷകരോ ഒന്നുമല്ല, അമേരിക്കയാണ്. അമേരിക്കയുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങി അവരുടെ പ്രചരണങ്ങൾക്കും പണക്കൊഴുപ്പിന്റെയും പിന്നാലെ ഒരു വിഭാഗം ജനങ്ങളെ കോർത്തിണക്കി ഓരോ രാജ്യത്തെയും അധികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം അവിടെ അരക്കിട്ടുറപ്പിക്കുന്ന ശൈലിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമ അടിമത്വം നമ്മൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന മാധ്യമ അടിയന്തരാവസ്ഥയ്ക്ക് നമ്മൾ വിധേയരാവേണ്ടി വരും. സർ, അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ വി.ഡി. സതീശൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും ഒക്കെ ഇത്തരം വാർത്തകൾ മെറ്റ നീക്കം ചെയ്തത് എന്ന് പറയുന്നു. അതിന്റെ ചുവട് പിടിച്ച് CPM നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുന്നു.
അതായത് മെറ്റ ഇത്തരത്തിലൊരു പോസ്റ്റ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ്. അതായത് കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ. ഇവർ രണ്ടുപേരും പറയുന്നത് മാധ്യമ അടിയന്തരാവസ്ഥയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ VD സതീശനാണ് അതേസമയം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നും ഒരു വിഭാഗം ഇവിടെ ആക്രോശിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലവിൽ ഇത്തരം മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടതിനെ എങ്ങനെ വിലയിരുത്താം? ഇവർ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാനിപ്പോ സാറിനോട് ഈ പറഞ്ഞതുപോലെ ഇരു പാർട്ടികളും തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ ഈ വിഷയത്തിൽ ഒരഭിപ്രായമാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? അങ്ങനെ കരുതിയാൽ നേരത്തെ ഇവർ ഉന്നയിച്ച ആരോപണത്തിന് നമ്മൾ എന്ത് പറയും? അതായത് കോൺഗ്രസിനും CPM-നും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെ ആയിരിക്കാം. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം അവരൊരു മുന്നണിയിലെ ഘടകകക്ഷികളാണ്, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് ഒന്നുകിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം വിഡ്ഢിയാവുകയാണ്. കോൺഗ്രസിനും അറിയാം, CPM-നും അറിയാം, മെറ്റ എന്ന് പറയുന്നത് മോദിയുടെ കമ്പനിയല്ല. അത് അമേരിക്കയിലുള്ള സുക്കർബർഗിന്റെ കമ്പനിയാണ്. അത് അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ്. അതിനെ നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയുമായിരുന്നു എങ്കിൽ, സ്വാധീനം ചെലുത്താൻ മോദിക്ക് കഴിയുമായിരുന്നു എങ്കിൽ, മോദിയുടെ വീഡിയോ പോലും അവരെങ്ങനെയാണ് നീക്കം ചെയ്തത്? അപ്പൊ നരേന്ദ്രമോദിയുടെ വീഡിയോ പോലും ജനം കാണരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ നീക്കം ചെയ്ത മെറ്റ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയെ നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുക? രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കർശനമായ നിലപാടെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നൽകുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും പിൻവലിക്കും എന്ന് പറയുകയും ചെയ്തപ്പോൾ മാത്രമാണ് മെറ്റ നരേന്ദ്രമോദിക്ക് മുമ്പിൽ മാപ്പ് പറയാൻ വന്നത്. പക്ഷേ അവരങ്ങനെ മറ്റാരുടെയും മുമ്പിൽ മാപ്പ് പറയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരുടെ നയവും അവരുടെ പദ്ധതികളും ആക്ഷൻ പ്ലാനുകളും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതൊരിക്കലും നരേന്ദ്രമോദിയുടെ മേൽ ചാർത്തേണ്ട കാര്യമില്ല. അറിവില്ലാത്ത ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് LDF-ഉം UDF-ഉം ഇവിടെ ആവർത്തിക്കുന്നത്. മെറ്റ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയല്ല, അതിന്റെ ഉടമസ്ഥൻ ഇന്ത്യക്കാരനല്ല. അതിന്റെ ഉടമസ്ഥൻ നരേന്ദ്രമോദിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സുക്കൻബർഗ് ആണ്. അത് മെറ്റ എന്ന കമ്പനിയാണ്. ഇത് എല്ലാവർക്കും അറിയാത്തത് കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പതിവ് നാടകം മാത്രമാണ് LDF-ഉം UDF-ഉം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാധ്യമ അടിയന്തരാവസ്ഥ എന്ന രീതിയിലുള്ള പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. മെറ്റയും മോദിയും തമ്മിലുള്ള നിരന്തരമായ ഒരു കോണ്ടാക്ടിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകളും മറ്റും നീക്കം ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഇതിന്റെ പങ്കാളിയാണ് എന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനകത്തു നിന്നും മാധ്യമ അടിയന്തരാവസ്ഥ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെട്ടു എന്ന ചോദ്യത്തിന് വളരെ പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസുരേൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.